ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ആശ, ഐര മീഡിയ മിനിസ്ട്രിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നാം അറിയാനായിട്ട് പോകുന്നത് കാഴ്ചവസ്തുക്കൾ സജ്ജീകരിക്കുന്നതിന് ശേഷമുള്ള ധൂപാർപ്പണം. ഫ്രാൻസിൽ മഹാനായ ചാൾസിന്റെ കാലത്താണ് രൂപപ്പെട്ടത്. ആദ്യകാലങ്ങളിൽ പ്രവേശക പ്രദക്ഷിണത്തിനും സുവിശേഷത്തിനുമാണ് ധൂപാർപ്പണം ഉപയോഗിച്ചിരുന്നത്. 7-ാം നൂറ്റാണ്ടിൽ നിലനിന്നിരുന്ന ഒന്നാമത്തെ റോമൻ ക്രമത്തിൽ കാഴ്ചവസ്തുക്കളുടെ മേലുള്ള ധൂപാർപ്പണത്തെ പറ്റി പറയുന്നില്ല. 9-ാം നൂറ്റാണ്ടിൽ നിലനിന്നിരുന്ന 5-ാമത്തെ റോമൻ ക്രമത്തിലാണ് കാഴ്ചവസ്തുക്കൾ സജ്ജമാക്കുന്നതിന് ശേഷം അൾത്താര ധൂപിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ളത്. 1067 ക്ലൂണിയുടെ പുസ്തകത്തിൽ 3 പ്രാവശ്യം കുരിശടയാളത്തിലും 1 പ്രാവശ്യം വൃത്താകൃതിയിലുള്ള കാസയുടെയും ഓസ്തിയുടെയും മേൽ ധൂപിക്കുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. അൾത്താരയുടെ വലതുഭാഗത്തും ഇടതുഭാഗത്തും കൈ എത്തുന്നിടത്തോളം ധൂപിക്കുന്നു എന്ന് വിവരിച്ചിട്ടുണ്ട്. തുടർന്ന് ഡീക്കന് ധൂപം കൊടുക്കുകയും ഡീക്കൻ പുരോഹിതനെ ധൂപിക്കുകയും ചെയ്യുന്നു. കുരിയരുടെ ദിവ്യപൂജ ക്രമം അനുസരിച്ചും കാഴ്ചവെപ്പിന്റെ സമയത്ത് കുരിശാകൃതിയിലും വൃത്താകൃതിയിലും ധൂപിച്ചിരിക്കുന്നു. 1570 5-ാം പിയൂസ് പാപ്പായുടെ ദിവ്യപൂജാ ഗ്രന്ഥം അനുസരിച്ച് ധൂപാർപ്പണം വിപുലമാക്കുകയും കുരിശിനെയും അൾത്താരയെയും കാർമ്മികരെയും ജനത്തെയും ധൂപിക്കുകയും ചെയ്തു. 1570 ദിവ്യപൂജാ ഗ്രന്ഥം അനുസരിച്ച് ധൂപിക്കുന്ന സമയത്ത് പുരോഹിതന്റെ വ്യക്തിപരമായ പ്രാർത്ഥനയും ഉണ്ടായിരുന്നു. കർത്താവെ, അങ്ങ് ആശീർവദിച്ച ഈ ധൂപം അങ്ങയിലേക്ക് എത്തുകയും അങ്ങയുടെ കാരുണ്യം ഞങ്ങളുടെ മേൽ ഇറങ്ങുകയും ചെയ്യുമാറാകട്ടെ. 2-ാം വത്തിക്കാൻ കൗൺസിലിന്റെ പരിഷ്കരണത്തിൽ 1970 ദിവ്യപൂജാ ക്രമം അനുസരിച്ച് കാഴ്ചവസ്തുക്കളിൽ 2 വെച്ച് 3 പ്രാവശ്യമുള്ള ധൂപിക്കലും അൾത്താരയ്ക്ക് 1 വെച്ചുള്ള ധൂപിക്കലും കുരിശിന് 3 വെച്ചുള്ള 3 ധൂപിക്കലും കാർമ്മികനും ജനത്തിനും 2 വീതമുള്ള 3 ധൂപിക്കലുമായിരുന്നു. 2-ാം വത്തിക്കാൻ കൗൺസിലിലെ 3-ാമത്തെ പരിഷ്കരിച്ച പതിപ്പനുസരിച്ച്, അതായത് 2002 ഇറങ്ങിയ ദിവ്യപൂജാ ഗ്രന്ഥത്തിന്റെ പൊതു നിർദ്ദേശമനുസരിച്ച് കാഴ്ചവസ്തുക്കളുടെ മുകളിൽ 3 പ്രാവശ്യമുള്ള 3 ധൂപിക്കലോ കുരിശടയാളത്തിലുള്ള ധൂപിക്കലോ നടത്തുന്നു. തുടർന്ന് 1 പ്രാവശ്യമുള്ള ഒറ്റ ധൂപിക്കലിലുള്ള രീതിയിൽ അൾത്താര വലം വെച്ചുകൊണ്ട് അൾത്താര ധൂപിക്കുന്നു. കുരിശിന്റെ സമീപം എത്തുമ്പോൾ 3 പ്രാവശ്യം വീതമുള്ള 3 ധൂപിക്കലുകൾ നടത്തുന്നു. അതിനുശേഷം കാർമ്മികനെയും ജനത്തെയും 3 ധൂപിക്കലുകൾ വീതം 3 പ്രാവശ്യം ധൂപിക്കുന്നു. ദിവ്യബലി അർപ്പണത്തിൽ കാർമ്മികനും ദൈവജനവും ക്രിസ്തുവിന്റെ സാന്നിധ്യമായതുകൊണ്ടാണ് 2002 ഇത്തരത്തിൽ മാറ്റം വരുത്തിയത്. ദിവ്യപൂജാ ഗ്രന്ഥത്തിന്റെ പൊതു നിർദ്ദേശത്തിൽ ധൂപാർപ്പണത്തെ പറ്റി ഇങ്ങനെ വിവരിക്കുന്നു: ധൂപാർപ്പണമുണ്ടെങ്കിൽ പുരോഹിതൻ അല്പം കുന്തിരിക്കം ധൂപപാത്രത്തിൽ നിക്ഷേപിച്ചുകൊണ്ട് നിശബ്ദമായി ആശീർവദിക്കുന്നു. തുടർന്ന് കാഴ്ചദ്രവ്യങ്ങളെയും കുരിശിനെയും ബലിപീഠത്തെയും ധൂപിക്കുന്നു. മറ്റൊരു അറിവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.